സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവിന് ആരംഭത്തിൽ 5 ശിരസ്സുകളുണ്ടായിരുന്നു. അതിലൊന്ന് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ചതുർമുഖനായി തീർന്നത്. ബ്രഹ്മദേവന് ശിരസ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വ്യത്യസ്ത സാഹചര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രചാരം നേടിയത് ശിവപുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ ഭാഗമാണ്. ഒരിക്കൽ ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിൽ ശ്രേഷ്ഠതയെ ചൊല്ലി തർക്കമുണ്ടായത്രേ. ത്രിമൂർത്തികളിൽ സൃഷ്ടിയുടെ കാരകൻ ബ്രഹ്മാവും സ്ഥിതിയുടെ കാരകൻ മഹാവിഷ്ണുവുമാണല്ലോ. രണ്ടുപേരും അനന്തമായ ശക്തികൾ വഹിക്കുന്നവർ. തർക്കം എങ്ങുമെങ്ങും എത്താതെയായപ്പോൾ ശിവഭഗവാൻ അവർക്ക് മുൻപിൽ പ്രത്യക്ഷനായി. പ്രബലൻ ആരാണെന്ന് തീരുമാനിക്കുവാൻ പരമേശ്വരൻ അവർക്ക് മുൻപിൽ വച്ച നിബന്ധന ശിവലിംഗത്തിന്റെ ആദിയും അന്തവും കണ്ടെത്തുക എന്നതായിരുന്നു. ഇരുവരും അത് അംഗീകരിക്കയാൽ മഹാദേവൻ ജ്യോതിർലിംഗ രൂപത്തിൽ അവർക്ക് മുൻപിൽ പ്രത്യക്ഷനായി. അനന്തമായ ജ്യോതിർലിംഗം. ബ്രഹ്മാവ് അതിന്റെ ഉച്ചിയിലേക്കും മഹാവിഷ്ണു അതിന്റെ താഴ്ഭാഗത്തേക്കും സഞ്ചരിക്കാൻ ആരംഭിച്ചു. സംവത്സരങ്ങളോളം മഹാവിഷ്ണു ജ്യോതിർലിംഗത്തിന്റെ അന്ത്യഭാഗം തേടിയെങ്കിലും അത് കണ്ടെത്തുവാൻ നാരായണനെ കൊണ്ട് സാധിച്ചില്ല. ഒടുവിൽ പരാജയം സമ്മതിച്ച് മഹാവിഷ്ണു പരമശിവന് മുൻപിലെത്തി തന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറയുന്നു. ഇതേ സമയം ബ്രഹ്മാവ് ശിവലിംഗത്തിന്റെ ഉച്ചി തേടിയുള്ള യാത്രയിലാണ്. എത്ര പരിശ്രമിച്ചിട്ടും തന്റെ ലക്ഷ്യം നേടുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈ സമയത്താണ് ഒരു കൈതപ്പൂവ് മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നത് അദ്ദേഹം കാണുന്നത്. താൻ ശിവലിംഗത്തിന്റെ ഉച്ചിയിൽ നിന്നാണ് വരുന്നതെന്നും കാലങ്ങളായി തുടങ്ങിയ യാത്ര ഇതുവരെ തീർന്നില്ല എന്നും കൈതപ്പൂവ് ബ്രഹ്മാവിനോട് പറയുന്നു. കൈതപ്പൂവുമായുള്ള കൂടിക്കാഴ്ച ഒരവസരമായി തന്നെ ബ്രഹ്മാവ് കണക്കാക്കി. താൻ ഉച്ചി വരെ വന്നു എന്നും അവിടെ വെച്ചാണ് കൈതപ്പൂവിനെ കണ്ടുമുട്ടിയതെന്നും കള്ളസാക്ഷി പറയുവാൻ ബ്രഹ്മദേവൻ കൈതപ്പൂവിനെ ചട്ടം കെട്ടി. ഏറെ നിർബന്ധിച്ചപ്പോൾ കൈതപ്പൂവും അത് സമ്മതിച്ചു. പിന്നീട് ബ്രഹ്മാവ് കൈതപ്പൂവിനെയും കൂട്ടി പരമശിവന്റെയും മഹാവിഷ്ണുവിന്റെയും സമീപത്ത് എത്തുന്നു. താൻ ലക്ഷ്യം പൂർത്തിയാക്കിയെന്നും പന്തയത്തിൽ വിജയിച്ചു എന്നും തെളിവ് സഹിതം ബ്രഹ്മദേവൻ വാദിച്ചപ്പോൾ മഹാവിഷ്ണുവിന് അതിൽ വിശ്വാസം വരാതെ കൈതപ്പൂവിനോട് വാസ്തവം ചോദിച്ചു. ബ്രഹ്മാവിന് നൽകിയ വാക്കുപ്രകാരം കൈതപ്പൂവ് അസത്യം പറയുകയും ചെയ്തു. ഇതിനെല്ലാം സാക്ഷിയായിരുന്ന മഹാദേവൻ ഞൊടിയിടയിൽ ഭൈരവരൂപം കൈക്കൊണ്ടു. യാതൊരു മടിയും കൂടാതെ അസത്യം പറഞ്ഞ ബ്രഹ്മാവിന്റെ 5ാമത്തെ ശിരസ് തന്റെ ത്രിശൂലം കൊണ്ട് അദ്ദേഹം അറുത്തെറിഞ്ഞു. ജ്യോതിർലിംഗത്തിന്റെ ആദിയും അന്തവും കണ്ടെത്തുന്നത് അസാധ്യം. അതോടൊപ്പം ഇത്രയും ഉന്നതമായൊരു സ്ഥാനം വഹിക്കുന്ന ദേവൻ അസത്യം പറയുന്നത് അതിലും ദോഷം. ഇതെല്ലാം അഹങ്കാരത്തിന്റെ ആധിക്യം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ മഹാദേവൻ അതിന്റെ ഉറവിടമായ 5ാം ശിരസ് തന്നെ ഛേദിച്ചു കളഞ്ഞു. താൻ ചെയ്ത തെറ്റിന് ബ്രഹ്മദേവൻ മാപ്പപേക്ഷിച്ചു. കാലഭൈരവന്റെ കയ്യിൽ സദാ കാണപ്പെടുന്ന കപാലം ബ്രഹ്മാവിന്റെ ഈ 5ാം ശിരസാണത്രേ.